മോഡലിംഗിന്റെ മറവിൽ ലോഡ്ജുകളിൽ താമസിച്ച് രാസലഹരി കച്ചവടം നടത്തി വരികയായിരുന്ന യുവതിയും യുവാക്കളും കൊച്ചിയിൽ പിടിയിലായി. വരാപ്പുഴ വേവുകാട്ടിൽ വീട്ടിൽ ആൽക്ക ബോണി, തൃശൂർ സ്വദേശി അബിൻ ലൈജു, പാലക്കാട് സ്വദേശി ആഷിഖ് അൻസാരി, MC സൂരജ്, രഞ്ജിത്ത്, മുഹമ്മദ് അസർ എന്നിവരാണ് പിടിയിലായത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന അജിത്, മിഥുൻ, മാധവ് എന്നിവർ പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് കടന്നുകളഞ്ഞു. കൊക്കൈനും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. എളമക്കരയിലെ വൈറ്റ് ഹൌസ് ലോഡ്ജിലെ 401 നമ്പർ മുറിയിൽ താമസിച്ചായിരുന്നു ഇവരുടെ ലഹരി കച്ചവടം. കച്ചവടത്തിനൊപ്പം ലഹരി ഉപയോഗവും ഇവർക്കുണ്ട്. പോലീസ് എത്തുമ്പോൾ യുവതി ഉൾപ്പെടെ ലഹരി ഉപയോഗിച്ച് അബോധാവസ്ഥയിലായിരുന്നു. മുറിയിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചിരുന്ന 1 ഗ്രാം കൊക്കൈൻ, 1.5 ഗ്രാം രാസലഹരി, 8 ഗ്രാം കഞ്ചാവ് എന്നിവയാണ് പോലീസ് കണ്ടെടുത്തത്. ഇവരുടെ മുറിയിൽ നിന്നും ലഹരിയുടെ വരവ് ചെലവുകൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ബുക്കും പോലീസ് കണ്ടെടുത്തു. ലഹരി ഉപയോഗിക്കാനുള്ള സിറിഞ്ചുകളും ഇവരുടെ കൈവശമുണ്ടായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലോഡ്ജിൽ ഇവർ മുറിയെടുത്തത്. ഒരാഴ്ചക്കിടെ ഒട്ടേറെ പേർക്ക് ലഹരി മരുന്ന് വിറ്റതിനുള്ള തെളിവുകൾ പിടിച്ചെടുത്ത ബുക്കിലുണ്ട്. ബുധനാഴ്ച മാത്രം 8 പേർക്ക് ലഹരി മരുന്ന് വിറ്റ് 14,000 രൂപ ഇവർ ഈടാക്കിയിട്ടുണ്ട്. ലഹരി മരുന്ന് കൈമാറുന്നവരുടെയും ഇടനിലക്കാരുടെയും വിവരങ്ങൾ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് എത്തുന്നതിന് മുൻപ് കടന്നുകളഞ്ഞ അജിത്, മിഥുൻ, മാധവ് എന്നിവരാണ് ലഹരി ഇടപാടുകളുടെ ബുദ്ധികേന്ദ്രമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. മോഡലിംഗിനും മറ്റ് ജോലികൾക്കായി കൊച്ചിയിലെത്തിയ ഇവർ കൂടുതൽ ലാഭം ലക്ഷ്യമിട്ട് കച്ചവടത്തിലേക്ക് തിരിയുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പിടിയിലായവരിൽ രഞ്ജിത്ത് 3 കൊലപാതക ശ്രമക്കേസിലും 1 പിടിച്ചുപറി കേസിലെയും പ്രതിയാണ്. സൂരജിന് വിവിധ സ്റ്റേഷനുകളിലായി 4 മോഷണ കേസുണ്ട്. പ്രതികളുടെ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പ്രതികൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയവരെക്കുറിച്ചും അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. എളമക്കര പോലീസ് ഇൻസ്പെക്ടർ JS സജീവ് കുമാർ, SI C മനോജ്, SI അസൈനാർ, SI ലാലു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്.